യെസ്, നാട്ടുവോട്ടിൽ നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP കൗൺസിലർ ജയലക്ഷ്മി ഒന്നാം പ്രതിയാണ്. ജയലക്ഷ്മിക്കൊപ്പം രമേശിന്റെ വീട്ടിലെത്തിയ ഗണേഷാണ് രണ്ടാം പ്രതി. തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ നിയമപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദു, ഈ വിഷയം ഉയർന്നതിന് പിന്നാലെ, രമേശിന്റെ പരാതി വന്നതിന് പിന്നാലെ തന്നെ പോലീസ് ആ വീട്ടിലെത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മെഞ്ഞാന്ന് രാത്രി തന്നെ പോലീസ് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ വീട്ടിലെത്തി കുറെ അധികം തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കേസനുസരിച്ച് എങ്ങനെയാണ് FIR? ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെയും ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? FIR അതായത് BJP നേതാക്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രമേശിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ കേസിൽ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ നിലവിലെ കൗൺസിലറായ ജയലക്ഷ്മിയാണ് ഒന്നാം പ്രതി. ജയലക്ഷ്മിക്കൊപ്പം രമേശിന്റെ വീട്ടിലെത്തിയ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയെയും രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ആരോപണം ഉന്നയിച്ച 46-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ M സുനിലിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസിൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കയറൽ ഉൾപ്പെടെയുള്ള നിയമപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ രമേശിനെ BJP സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നത്. അതായത് രമേശ് വീട്ടിലുള്ള സമയത്ത് രാത്രി വീട്ടിലെത്തിയ ഈ BJPയുടെ നേതാക്കൾ രമേശിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്